ശ്രീ വി വി രാജേഷ്, എമ്പുരാൻ വിഷയം കത്തി നിൽക്കുന്ന സമയത്ത് അതിന് ആ സമയത്ത് തന്നെ RSSന്റെ ഭാഗത്ത് നിന്ന് ഓർഗനൈസറിൽ വന്നൊരു ലേഖനം ക്രിസ്ത്യൻ സഭ കൈവശം വെച്ചിരിക്കുന്ന ഭൂമി, സ്വത്ത്, ആസ്തികൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അത് പിന്നീട് നിന്ന നിപ്പിൽ കാണാതെ പോവുകയും ചെയ്തു. മുനമ്പത്ത് അത് തിരിച്ചടിയാകും എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിന്റെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ആ ലേഖനം ഓർഗനൈസർ പിൻവലിച്ചത് എന്ന് രാഷ്ട്രീയമായി നിങ്ങൾ ആരോപണം കേൾക്കേണ്ടിയും വന്നു. അതായത് വഖഫ് കഴിയുന്നു, അടുത്ത ലക്ഷ്യം ക്രൈസ്തവ സഭയാണ് എന്ന ആരോപണം നിങ്ങൾ കേൾക്കുന്നുണ്ട്, എന്ന വിമർശനവും നിങ്ങൾ കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണോ ഇനി വലിയ സ്നേഹം വേണ്ടതില്ല അല്ലെങ്കിൽ സ്നേഹയാത്ര വേണ്ടതില്ല എന്ന നിലയ്ക്ക് അതിനെ കാണുന്നത്? നേരത്തെ കെവിൻ പീറ്റർ പറഞ്ഞില്ല, ഉപയോഗിച്ചൊരു വാക്ക് ഞാൻ കടമെടുക്കുകയാണ്. മാധുവിന്റെ കുത്തിത്തിരിപ്പ് ചർച്ചയുണ്ടല്ലോ, കുത്തിത്തിരിപ്പ് നേച്ചറിന്റെ ഭാഗമായി. അതെ, അതുകൊണ്ടാണ് ഞാൻ പറയാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ഇങ്ങനെയൊക്കെ പറയുന്നു, ഞാൻ ആരോപണം സ്റ്റേറ്റ്മെന്റ് എന്നല്ല പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു ആരോപണം ഉണ്ടല്ലോ, മറുപടി പറയാൻ പറഞ്ഞാലേ നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ BJP പ്രകാശം മാഷിന് ഇവിടെ വന്നിരുന്നിട്ട് ഞങ്ങൾ ചെയ്യുന്നതിന് എന്തിനെങ്കിലും പിന്തുണയ്ക്കാൻ പറ്റുമോ? സാധിക്കില്ല. അപ്പോൾ BJP ഏതു തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താലും ഇടത് വലത് മുന്നണികളും അവരോട് ബന്ധപ്പെട്ടിരിക്കുന്ന മാധ്യമങ്ങളും ഒക്കെ തന്നെ ചില ആരോപണങ്ങൾ ഞങ്ങൾക്കെതിരെ ഉന്നയിക്കും. ദാറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. ഇപ്പോൾ പല മുഖപത്രങ്ങളും സംഘടനകളുടെ മുഖപത്രങ്ങൾ വരാറുണ്ട്, അതിൽ പല വാർത്തകളും വരാറുണ്ട്. വരുന്ന വാർത്തകൾ അവർ തന്നെ വിഡ്രോ ചെയ്യാറുണ്ട്. ഇതിനൊക്കെ തന്നെ BJPയുടെ വക്താവ് അല്ലെങ്കിൽ BJPയുടെ പാനലിസ്റ്റ് വന്ന് ആൻസർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ആ മാധ്യമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവരോട് ചോദിക്കണം. ഞങ്ങൾക്ക് BJP മറുപടി പറയാൻ വേണ്ടി ബാധ്യസ്ഥമായിട്ടുള്ള BJP എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾക്ക് ഞാൻ അതിൽ നിന്ന് എടുക്കുന്നത് ഓർഗനൈസറിന്റെ ലേഖനത്തിന് മറുപടി പറയേണ്ട ബാധ്യത അങ്ങേക്കില്ല. ഞാൻ ഒരു പേര് ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഓർഗനൈസറിന്റെ കാര്യം, താങ്കൾ ഏത് കാര്യം ചോദിച്ചോളൂ. ഞാൻ പറഞ്ഞത് BJP സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ, ആ രാഷ്ട്രീയ നിലപാടുകളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. അഡ്വക്കേറ്റ് വി വി രാജേഷ്, ഞാൻ ചോദിക്കുന്നു, ഓർഗനൈസറിലെ ലേഖനം പിൻവലിച്ചില്ലേ? അങ്ങ് പറയുന്നു പല മുഖപത്രങ്ങളും പല ലേഖനം വെക്കാറുണ്ട്, അതിന് BJPക്ക് മറുപടി പറയേണ്ടതില്ല. RSS മുഖപത്രത്തിന്റെ ലേഖനത്തിന് അങ്ങേക്ക് മറുപടി പറയേണ്ടതില്ല. അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഇനി അങ്ങനെ ഇപ്പൊ മാധു വ്യാഖ്യാനിച്ചായിരിക്കും ചെയ്യാൻ പറ്റില്ല. കാരണം താങ്കൾ എന്ത് പറയണം, അങ്ങ് എന്താണ് പറയണമെന്ന് അങ്ങാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ പറയുന്നത് BJPയുടെ പാനലിസ്റ്റുകൾ ചർച്ചയ്ക്ക് വരുന്നത് പൊതുസമൂഹത്തെ ഞങ്ങൾ സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ, ഓരോ വിഷയത്തിലും സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ, അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വരുന്ന ചർച്ചകൾ, അതിൽ ഞങ്ങളുടെ ക്ലാരിഫിക്കേഷൻ, അതിനുവേണ്ടിയാണ് ഞങ്ങൾ വരുന്നത്. അതിനെക്കുറിച്ച് മാധു, ഭൂമി, സൂര്യന് താഴെയുള്ള എന്തും ചോദിച്ചാൽ ഞാൻ പറയാം. അതായത് ഈ ക്രിസ്ത്യൻ വിഭാഗത്തിലേക്ക് കടന്നു ചെല്ലുന്ന, ഈസ്റ്റർ കാലത്ത് കടന്നു ചെല്ലുന്ന സ്നേഹയാത്ര വേണ്ടതില്ല എന്ന തീരുമാനത്തിന് ക്രിസ്തീയ സമൂഹവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള അജണ്ടകൾ നിലവിൽ BJP ചിന്തിക്കുന്നതേ ഇല്ല. ഞങ്ങൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു, അതിന് അജണ്ട എന്നുള്ള വാക്ക് നിങ്ങൾ ഉപയോഗിക്കണോ വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ. BJPക്ക് ഞാൻ ആവർത്തിച്ച് പറയാം, BJPക്ക് റീച്ച് ചെയ്യാൻ സാധിക്കാത്ത മേഖലകൾ ഇനിയുമുണ്ട്, കേരളത്തിൽ ഇനിയുമുണ്ട്. ഒരുപക്ഷെ ഭാരതത്തിൻ്റെയും ചില കോണുകളിൽ ഇനിയും ഉണ്ടായിരിക്കാം. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലറിയില്ല. ഫാദർ പോൾ തേലക്കാട് ചോദിച്ചതാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഗോവയിലും കേരളത്തിലും മാത്രം സ്നേഹയാത്ര സംഘടിപ്പിച്ചത്? ആരാ പറഞ്ഞത്? ഫാദർ പോൾ തേലക്കാട്. ആരാ പറഞ്ഞ അങ്ങനെ ഇല്ലെന്ന്? ഇനി അവിടെ ചിലപ്പോൾ ഉപയോഗിക്കുന്ന പേര് ഇതായിരിക്കില്ല. അവിടെയും ഞങ്ങൾക്ക് അങ്ങനെ കടന്നു കയറാൻ സാധിച്ചുകൊണ്ടാണല്ലോ ക്രൈസ്തവ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ MP ഉണ്ടാകുന്നത്, ഞങ്ങൾ ഭരിക്കുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഏതെങ്കിലും ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ബഹുമാനപ്പെട്ട പിതാവ് അങ്ങനെ പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കുന്നത്, ഞങ്ങൾക്കൊക്കെ നാഷണൽ ലെവലിലുള്ള ലീഡേഴ്സ് വരുമ്പോൾ ന്യൂനപക്ഷ മേഖലകൾ, ന്യൂനപക്ഷ സംസ്ഥാനങ്ങൾ അവർ എങ്ങനെയാണ് ആ വിഭാഗങ്ങളുടെ ഇടയിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെന്നത്. അത് നോർത്ത് സ്റ്റേറ്റുകളിലൊക്കെ തന്നെ ഞങ്ങൾക്ക് ഭരണമുള്ള സ്റ്റേറ്റുകളുണ്ട്, MLA MP ഉണ്ട്. അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിൽ ന്യൂനപക്ഷ കേന്ദ്രീകൃത നിയോജക മണ്ഡലങ്ങളിൽ നമുക്ക് എങ്ങനെ വിജയിക്കാൻ സാധിച്ചു? ന്യൂനപക്ഷ മോർച്ചയുടെ പ്രവർത്തനമൊക്കെ മുൻപ് ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അവരതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നാൽ ഇവിടെ ആർക്കും അത്ഭുതമില്ല. ഇപ്പം ഇന്നിപ്പോ രാജീവ് ചന്ദ്രശേഖർ ലൂർദ് പള്ളിയിൽ പോയി സന്ദർശനം നടത്തി അങ്ങടക്കമുള്ള BJP നേതാക്കളൊക്കെ പോകുന്നുണ്ട്. ഇതിന് സമാനമായി അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ഇതിന് പിന്തുണ ആഹ്വാനം നൽകിക്കൊണ്ട് കേന്ദ്ര നേതൃത്വം, പ്രധാനമന്ത്രി തന്നെ ഡൽഹിയിലെ ചർച്ചകളിൽ പോകുമായിരുന്നു. ഇത്തവണ അതുണ്ടായില്ല. ഞാൻ പറഞ്ഞത്, ഒരു വർഷം ഒരു കാര്യം ചെയ്തത് എല്ലാ വർഷവും അതേ പാറ്റേണിലായിരിക്കില്ല. കഴിഞ്ഞ വർഷം ചെയ്തപ്പോൾ ഇലക്ഷന് മുമ്പത്തെ വർഷവും ഒക്കെ ആയിരുന്നു. ഇത്തവണ പ്രധാനമന്ത്രി ഒരു ചർച്ചിൽ പോയെന്ന് ഇലക്ഷൻ മാറ്റി വയ്ക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ ഇലക്ഷൻ ഉള്ളത് കൊണ്ട് ചർച്ചിൽ പോവാം. അത് നിങ്ങളുടെ വ്യാഖ്യാനം. ഞാൻ പറഞ്ഞത് നിങ്ങൾ വ്യാഖ്യാനിച്ചു, ഞങ്ങൾക്ക് വിരോധമില്ലതേ. പ്രധാനമന്ത്രി പോയ വർഷമൊക്കെ നിങ്ങൾ ഒരുപാട് ചർച്ച ചെയ്തില്ലേ? ഞാൻ ചോദിക്കട്ടെ, പ്രധാനമന്ത്രി ഒരു ചർച്ചിൽ പോയി, അവിടെ മെഴുകുതിരി കത്തിച്ചു, അവരുടെ സംഘത്തോടൊപ്പം കുറച്ച് പ്രാർത്ഥനാ ഗാനങ്ങൾ ആലപിക്കുന്നത് കേട്ടു എന്ന് വെച്ചിട്ട് ഇലക്ഷൻ കമ്മീഷന് ഡയറക്ഷൻ കൊടുക്കാൻ ആർക്കെങ്കിലും പറ്റും? ഈ കൊല്ലം ഇലക്ഷൻ നടത്തരുത്. നമ്മുടെ ഇലക്ഷൻ കമ്മീഷനല്ലേ ഒരു ഡയറക്ഷൻ കൊടുക്കാൻ പറ്റില്ലല്ലോ, ആർക്കും സാധിക്കില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. പ്രധാനമന്ത്രി അങ്ങനെ പ്രധാനമന്ത്രി ഈ വർഷം ഒരു ക്ഷേത്രത്തിൽ പോയി,
അതുകൊണ്ട് ഇനി അദ്ദേഹത്തിന്റെ ജീവിതകാലം അത്രയും എല്ലാ വർഷവും അതേ ദിവസം അതേ മുഹൂർത്ത ക്ഷേത്രത്തിൽ പോകണമെന്നുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയൊന്നുമില്ലല്ലോ. അതൊക്കെ ഓരോ സമയത്തും ഓരോ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതായത് ഈ ഇലക്ഷന്റെ സമയത്തുള്ള ചില അദ്ദേഹം, അതായത് ഞാൻ എടുത്തു പറയേണ്ടതില്ലാന്ന് തോന്നുന്നു, ഇലക്ഷന്റെ സമയത്ത് അദ്ദേഹം നടത്തുന്ന ചില ധ്യാനങ്ങൾ അല്ലെങ്കിൽ ധ്യാനങ്ങൾ, പിന്നെ ഈസ്റ്ററുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പള്ളികളിൽ നടത്തുന്ന സന്ദർശനം, അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ കോയറിൽ പോയി നടത്തുന്ന ഭക്തി ഗാനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹം കേൾക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത്തവണ ഉണ്ടായില്ലല്ലോ എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, എല്ലാ വർഷവും ഒരുപോലെ തന്നെ പ്രപഞ്ചം, എല്ലാ വർഷവും ഒരുപോലെ തന്നെ സമൂഹം ചലിക്കണം എന്ന് നമുക്ക് ആക്കെങ്കിലും തന്നെ അങ്ങനെ തിട്ടൂരം പുറപ്പെടുവില്ല. അതിന്റെ കാര്യമാണ് ഞാൻ നേരത്തെ അങ്ങോട്ട് ചോദിച്ചത്. അല്ല, പ്രധാനമന്ത്രി ഓരോ വർഷവും ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ അടുത്ത വർഷം ചെയ്താൽ പുതിയതായിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അദ്ദേഹം തെരഞ്ഞെടുപ്പിന്റെ ഒരൊറ്റ വർഷം മാത്രം ബാക്കിയുള്ള വർഷം 2024 ഇലക്ഷന് അതായത് ഇലക്ഷൻ ഇങ്ങനെ കൺമുന്നിൽ കാണുന്ന സമയം. പക്ഷെ ഇത് കഴിഞ്ഞു, ഈ ആവശ്യം കഴിഞ്ഞു. അതുകൊണ്ടാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. അത് നിങ്ങളൊക്കെ തന്നെ ഇതൊക്കെ ഒരു ആവശ്യമായിട്ട് വോട്ടായിട്ട് നിങ്ങളെപ്പോഴുള്ളവർ കാണുന്നത് കൊണ്ടാണ്. അത് കിട്ടിയാൽ മതി. ഓക്കെ, അതായത് വോട്ട് എന്നുള്ളതല്ല ബിജെപിയുടെ ലക്ഷ്യം എന്നുള്ളതാണ്. അതായത് സമൂഹത്തിന്റെ സമഗ്ര പരിവർത്തനമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ശരി, അപ്പൊ ഈ ക്ലിക്കായില്ലേ, കിട്ടില്ല. സമൂഹത്തിന്റെ സമഗ്ര പരിവർത്തനം, ഈസ്റ്ററിനോടനുബന്ധിച്ചുള്ള സ്നേഹയാത്ര എല്ലാ തരത്തിലും കഷ്ടപ്പെടുന്ന ജനവിഭാഗങ്ങളുടെ ഇടയിലേക്ക്, ഇപ്പോൾ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഇടയിലും SC കമ്മ്യൂണിറ്റിയുടെ ഇടയിലേക്ക് ഞങ്ങൾ ഗവൺമെന്റ് പദ്ധതികൾ എത്തിക്കാൻ 2014 പോലെ തുടങ്ങിയതാണ്. എല്ലാ ദിവസവും ഇലക്ഷൻ ഇല്ലല്ലോ. പ്രത്യേകിച്ചും മണിപ്പൂരിലൊക്കെ ഈ പറയുന്ന ന്യൂനപക്ഷ വിഭാഗം തന്നെ വലിയ തോതിൽ ആക്രമിക്കപ്പെട്ട സമയത്ത് ഒന്ന് പോകുമോ പോട്ടെ, എന്തെങ്കിലും ഒന്ന് സംസാരിക്കുമോ എന്ന് ലോക്സഭയിൽ വരെ ചോദ്യം ഉന്നയിച്ചിട്ട് ഏതാണ്ട്, അതായത് എത്രയോ സമയമെടുത്ത് സംസാരിച്ചതിൽ 30 സെക്കൻഡ് മാത്രം, അതും ആ സംസ്ഥാനത്തിന്റെ പേര് പറയാതെ മാത്രം പരാമർശം നടത്തിപ്പോയതൊക്കെ ഇവിടെ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്തതാണ്. ഒരുപാട് സംസാരിക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്, ഒരുപാട് സംസാരിക്കും. പക്ഷെ ഈ കാര്യം സംസാരിക്കില്ല എന്നേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്കത് ഓർമ്മയുണ്ട്. അതായത് പെട്ടെന്ന് അങ്ങനെ മറന്നു പോകുന്ന കാലമൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ.